പലരും വിചാരിക്കുന്ന ഈക്കോ മോഡ് ഇടുന്നത് ഏറ്റവും നല്ലതാണ്, നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ മൈലേജ് കൂടുതൽ കിട്ടും എന്നൊക്കെ വിചാരിച്ച് ഡ്രൈവ് ചെയ്യുന്നവരോടാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്തു പറയുന്നത്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വാഹനത്തിൽ ഇതുപോലെ ഇക്കോ നോർമൽ സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ കാണാറുണ്ട്. എന്താണ് ശരിക്കും ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്? ഒബ്വിയസ്ലി നമുക്കറിയാം ഓരോ മോഡുകളാണ്, അതായത് നമ്മുടെ ഡ്രൈവിംഗ് മോഡ്സ് ആണ്. ഇതിൽ ഏത് മോഡാണ് ഏറ്റവും നല്ലത് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി? ഇങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? എന്നാൽ നമുക്കിപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്യാം. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നിപ്പം നമ്മൾ ഈ ഒരു കാര്യം പറയുന്നതിൽ ആദ്യം തന്നെ നോർമൽ മോഡും ഈക്കോ മോഡും, പലരും വിചാരിക്കുന്ന ഈക്കോ മോഡ് ഇടുന്നത് ഏറ്റവും നല്ലതാണ്, നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ മൈലേജ് കൂടുതൽ കിട്ടും എന്നൊക്കെ വിചാരിച്ച് ഡ്രൈവ് ചെയ്യുന്നവരോടാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്തു പറയുന്നത്. നമ്മൾ സിറ്റി ഡ്രൈവ്സ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഈക്കോ മോഡിൽ ഡ്രൈവ് ചെയ്യാൻ പോകരുത്. ഈക്കോ മോഡ് ഡ്രൈവ് ചെയ്യുന്ന ശരിക്കും പറഞ്ഞ ഒരു ഹൈവേസിലൊക്കെ പോകുന്ന സമയത്ത് നോർമൽ നല്ല മൈലേജ് കിട്ടാൻ വേണ്ടി ഈക്കോയിൽ നമുക്ക് നോർമൽ ആക്സലറേറ്റ് ചെയ്ത് പോകാൻ സാധിക്കും. എന്നാൽ നമ്മൾ ഒരു സിറ്റി ട്രാഫിക്സിലും ഇതുപോലെ ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക്സിലും ഒക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കഴിവതും നോർമലി തന്നെ ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ എഞ്ചിൻ്റെ നോർമൽ പവർ തന്നെ നമുക്ക് കിട്ടും. ഈ പറയുന്ന ഈക്കോ ഇട്ട് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ട്രാഫിക് ബൈ ട്രാഫിക് സ്റ്റോപ്പ് ചെയ്ത് പോകുകയാണെന്നുള്ളൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള എൻജിൻ പവർ എൻജിന് കിട്ടത്തുമില്ല, നമുക്ക് ഒരുപാട് ലാഗ് ഫീൽ ചെയ്യും. അതായത് ഒന്ന് ആക്സലറേറ്റ് ചെയ്യുമ്പോൾ വാഹനത്തിന് ആ പുഷ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും നോർമലി തന്നെ ഡ്രൈവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി സ്പോർട്സ് ഇട്ട് നമുക്ക് നോർമൽ റോഡിൽ കൂടെ ഓടിക്കാമെന്ന് ചോദിച്ചാൽ ഓടിക്കാം, ഒരു കുഴപ്പമില്ല. കൂടുതലും നമുക്ക് പവർ വേണ്ടി വരുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന പോലെ ഹൈവേയിലൊക്കെ ഒന്ന് പൊളിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പോർട്ട് മോഡ് ഇടുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ മോഡിൽ തന്നെ നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക. വാഹനത്തിൻ്റെ കൃത്യ ഔട്ട്പുട്ട് തന്നെ നമുക്ക് നോർമലി കിട്ടുന്നതായിരിക്കും. സ്പോർട്സിലോട്ട് വരുന്ന സമയത്ത് ഓവറായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കുറച്ച് കൂടുതൽ ഫ്യൂവൽ കൺസ്യൂം ചെയ്യും, ത്രോട്ടിൽ ഓപ്പണിങ് കുറച്ചുകൂടെ കൂടും, അതായത് ത്രോട്ടിൽ റെസ്പോൺസ് കൂടും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തുമ്പോഴാണ് നമുക്ക് സ്പോർട്സ് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കുറച്ച് കൂടുതലാണ്, അതിനനുസരിച്ച് നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി കുറയും. എന്നാൽ നോർമൽ മോഡ് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാം കറക്റ്റായിട്ട് ഒറ്റ ലെവലിൽ തന്നെ നമുക്ക് പോകുന്നതായിരിക്കും. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം മാത്രമല്ല, ഞാൻ ഡ്രൈവ് ചെയ്തതിൻ്റെ ഒരു അനുഭവം വെച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കാം.